ഈ ഡോൺ ബർത്തി വിഷയത്തിൽ നമ്മുടെ ബഹുമാനായ പത്തനംതിട്ട എം പിയും ബഹുമാനായ ആറന്മുളയിലെ MLA യും അവരുടെ നിലപാട് വ്യക്തമാക്കണം. അവരുടെ സപ്പോർട്ടോടാണ് ഇതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ശരിയോ തെറ്റോ അറിയേണ്ടതായിട്ടുണ്ട്. ഡോൺ ബർത്തി ഇത് പഠിക്കുന്നതെന്ന് കേട്ടു. അത് നിയമവിരുദ്ധമല്ലേ? ഒരാളിൻ്റെ അനുവാദമില്ലാതെ അയാളുടെ വസ്തുവിൽ കയറ്റി ഡോൺ ബർത്തുക. ഞാൻ വളരെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഡോൺ ബർത്താൻ ആരവകാശം തന്നോ? പത്തനംതിട്ട കളക്ടർ പറഞ്ഞോ? SP പറഞ്ഞോ? അതോ എൻവിയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞോ? അതോ MP പറഞ്ഞോ? MLA പറഞ്ഞോ? MP MLA നിലപാട് വ്യക്തമാക്കണം. ഈ ഗാർഡിയൻ കമ്മീഷൻ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് എരുമേലിയും ആറന്മുളയും. ആ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ചിലൊക്കെ കൈമുക്കുന്നത്. എന്തറിഞ്ഞുകൊണ്ടാണ്, എന്ത് മനസ്സിലാക്കിയിട്ടാണ് UDF സർക്കാരിലെ ചെല്ല സ്വാധീനിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചു? ഞങ്ങളുടെ അടൂർ MLA അഡ്വക്കേറ്റ് ശാന്തകുമാർ ഞങ്ങളോടൊപ്പമാണ്. അദ്ദേഹം കൊടുവണ്ണ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നേതൃത്വം കൊടുക്കാമെന്ന്. പക്ഷേ UDFൻ്റെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ചിലൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ MP അത് തള്ളി പറഞ്ഞിട്ടുണ്ട്. അടൂർ MLA കൊടുവണ്ണനോടൊപ്പം നിൽക്കുന്നുണ്ട്. ബഹുമാനായ ആറന്മുള MLA യും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആറന്മുള എയർപോർട്ടിൽ 400 ഏക്കർ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നു. ആ 400 ഏക്കർ മിച്ചഭൂമിയാണ്. അതെങ്ങനെ സ്വകാര്യ വ്യക്തിയുടേതാവും? മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചുള്ള സ്ഥലം സ്വന്തമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് എയർപോർട്ടിന് കൊടുക്കുന്നത് എന്ത് ന്യായം? എനിക്ക് മനസ്സിലാവുന്നില്ല. ആറന്മുള വിമാനത്താവളവുമായി സമീപകാലത്ത് ചിലർ രംഗത്തിറങ്ങിയിരിക്കുന്നു. യാതൊരു സംശയവുമില്ല, അതിൻ്റെ പിന്നിൽ ചില കച്ചവട മനോഭാവമാണുള്ളത്. കേരള ഗവൺമെൻറ്റും കോടതിയും വേണ്ട എന്ന് പറഞ്ഞ സ്ഥലം കുത്തിപ്പൊക്കുന്നത് ചില രാഷ്ട്രീയക്കാരുടെ പിന്തുണയാണെങ്കിൽ അത് ന്യായമല്ല, അത് മര്യാദയല്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ്. കോടതിയെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. ഏറ്റവും വേദനാജനകം, നമ്മളൊക്കെ ആരാധിക്കുന്ന ആദരിക്കുന്ന ബഹുമാന്യായ സുഗതകുമാരി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ 129 ദിവസം പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ഇതിനെതിരെ സമരം നടത്തിയതല്ലേ? ആ ടീച്ചർ നമ്മളെ വിട്ടുപോയെങ്കിലും ഇന്ന് ടീച്ചറിൻ്റെ ആത്മാവിനോട് നമ്മൾ കാണിക്കുന്ന അനീതിയല്ലേ, വഞ്ചനയല്ലേ, ദ്രോഹമല്ലേ വീണ്ടും അത് കുത്തിപ്പൊക്കുന്നത്? അതുകൊണ്ട് ആറന്മുളയ്ക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അവർ സുഗതകുമാരി ടീച്ചറിൻ്റെ ആത്മാവിനോട് നീതി പുലർത്തുന്നില്ല എന്നെനിക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ 10 വർഷമായി മൗനം പൂണ്ടിരുന്ന ചിലർ ഭരണം മാറിയപ്പോൾ ആ ഭരണത്തിൻ്റെ പിന്തുണ കിട്ടുമെന്നുള്ള അന്ധമായ പ്രതീക്ഷയിൽ ഇറങ്ങിത്തിരിച്ചവർ പറയാനുള്ളത്, മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരും പിന്തുണയില്ല, അവർ പലരും ഇന്ന് കൊടുമണ്ണിയെ അനുകൂലിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാ ജനങ്ങളും കൂടി കൊടുമണ്ണിയെ കൂടുക എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. കൊടുമണ്ണ എയർപോർട്ട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലം, ഒരാളിനെ പോലും കുടിയൊഴിപ്പിക്കേണ്ടാത്ത സ്ഥലം, വാഹന ഗതാഗതത്തിന് നല്ല സൗകര്യപ്രദമായ സ്ഥലം, കണക്ടിവിറ്റിയുള്ള സ്ഥലം, റോഡുമായിട്ടും കണക്ട് ചെയ്യുന്ന സ്ഥലം, ആ 3000 ഏക്കർ എടുത്ത് നമുക്ക് IT പാർക്ക് ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് കൊടുമണ്ണുള്ളത്. അതിനേക്കാൾ വലിയ കൊടുമണ്ണ് പാരിസ്ഥിതിക പ്രശ്നമില്ല, വനമേഖലയല്ല. മറ്റ് പറഞ്ഞ പല സ്ഥലങ്ങളും ഇപ്പം എരുമേലി എടുത്താൽ അത് വനമേഖലയാണ്, തൊട്ടടുത്ത് വനമാണ്. അവിടെ ആനയും കടുവയും പുലിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഈ ഫ്ലൈറ്റിൻ്റെ ശബ്ദം കേട്ടാൽ അത് ഇങ്ങോട്ട് വേണേച്ചാണം അങ്ങോട്ട് വേണേച്ചാണം. ആനയ്ക്കും പുലിക്കും ഒന്നും എയർപോർട്ടിൻ്റെ മതിലൊന്നും വിഷയമല്ല. അത് കുതിച്ച് ഇങ്ങേപ്പുറത്ത് വന്ന് അവിടെ ശല്യം ഉണ്ടാക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊടുമണ്ണ് വനമേഖലയല്ല, എരുമേലി വനമേഖലയാണ്. എരുമേലിയിൽ 351 കുടുംബങ്ങളെ ഇറക്കിയാണോ ഒരു എയർപോർട്ട് ഉണ്ടാക്കുന്നത്? ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലം വെറുതെ കിടക്കുന്നു, കൊടും പ്ലാന്റേഷൻ വെറുതെ കിടക്കുകയാണ്. ഇതൊക്കെ പറയുന്നവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. അവരോട് ദൈവം ചോദിച്ചോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.